ഫെറാൻ ടോറസ് ടു PSG, അതോടൊപ്പം തന്നെ റോഡ്രി ടു ബാർസലോണ. ഈ രണ്ട് ന്യൂസുകളാണ് ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ട്രാൻസ്ഫർ വാർത്തകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ സത്യാവസ്ഥ നമ്മൾ നോക്കുമ്പോൾ രണ്ടും നടക്കാൻ പോസിബിൾ ആയിട്ടുള്ള 90% നടക്കും എന്ന് തന്നെയാണ് ഫാബ് അടക്കമുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫെറാൻ്റെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം പോലും ഒരു നിമിഷം തനിക്ക് PSG പോകണമെന്ന് പറയുന്നുണ്ട്. ബാർസലോണ വേണമെങ്കിൽ തന്നെ സമീപിക്കട്ടെ എന്നാണ് ഫെറാൻ മുമ്പ് പറഞ്ഞിരുന്നത്. അത് പല ബാർസലോണ ആരാധകരെയും ചൊടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ഫെറാൻ ടോറസിന് 2027 വരെയാണ് ബാർസലോണയിൽ കരാറുള്ളത്. ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ബാർസലോണയിൽ കരാർ അവശേഷിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ബാർസലോണയ്ക്ക് മുമ്പിൽ ഒരു 50 മില്യൺ ഫിക്സഡ് എമൗണ്ട് പ്ലസ് 5 മില്യൺ ബോണസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 55 മില്യണാണ് ഫെറാന് വേണ്ടി PSG വെച്ചിരിക്കുന്നത്. എന്നാൽ 2022 ഇതേ ഫെറാൻ ടോറസിനെ മാൻ സിറ്റിയിൽ നിന്നും ബാർസലോണ സൈൻ ചെയ്യുന്നത് ഇതേ 55 മില്യൺ തന്നെയാണ്. അപ്പോൾ 55 മില്യൺ ലഭിച്ച ആ താരത്തെ 55 മില്യൺ തന്നെ വിൽക്കാൻ ബാർസലോണക്ക് സാധിച്ചാൽ പണത്തിൻ്റെ ബേസിൽ അവർക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരു സ്ട്രൈക്കറെയാണ്, ഒരു നമ്പർ 9 ആയിട്ട് കളിക്കുന്ന ഒരു താരത്തെയാണ്. നിലവിലിപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പടിയിറങ്ങിയ ഈ സാഹചര്യത്തിൽ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരമായിരുന്നു ഫെറാൻ ടോറസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൂടി നഷ്ടപ്പെടുത്തിയാൽ PSG നൽകിയാൽ പിന്നീട് ആരെയായിരിക്കും അവർ സൈൻ ചെയ്യുന്നുണ്ടാവുക? ഒരു നമ്പർ 9 ആയിട്ട് കളിക്കാൻ പറ്റുന്ന മറ്റേത് താരമാണ് നിലവിലിപ്പോൾ ബാർസലോണയുള്ളത്. എന്നാൽ PSG സംബന്ധിച്ച് അവർക്ക് ഉണ്ടാവുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ നിലവിൽ അവരുടെ മെയിൻ സ്ട്രൈക്കറായിരുന്ന ഗോൺസാലോ റാമോസ് ഈ സീസണോട് കൂടി AC മിലാനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രൈക്കർ, ഒരു നമ്പർ 9 PSG ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഫെറാൻ ടോറസിന് ലഭിക്കുന്നതോടുകൂടി അവർക്കൊരു നമ്പർ 9 ലഭിക്കുകയാണ്. മാത്രമല്ല അവരുടെ മെയിൻ താരങ്ങളൊക്കെ ഡെംബലെയാണെങ്കിലും കവർഷ്കേലി അങ്ങനത്തെ താരങ്ങളൊക്കെ ഒരു ടിപ്പിക്കൽ വിങ്ങർമാരാണ്. അപ്പോൾ ഒരു നമ്പർ 9 ആയിട്ട് പ്രത്യേകിച്ച് ലൂയിസ് എൻട്രിക്കയും ഫെറാൻ ടോറസും രണ്ട് സ്പാനിഷ് ആളുകളാണ്. അപ്പോൾ ആ സ്പാനിഷ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഈ PSG യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് PSG സംബന്ധിച്ച് അവർക്കൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ റോഡ്രിയെ സംബന്ധിച്ച് റോഡ്രി ടു ബാർസലോണ എന്ന് പറയുന്ന ട്രാൻസ്ഫർ ന്യൂസ് നടക്കാൻ എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് എന്ന് തന്നെയാണ് ഫാബ് അടക്കമുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാർസലോണ മാൻ സിറ്റിക്ക് മുമ്പിൽ ഒരു 60 മില്യൻ്റെ ബിഡ് കൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ മാൻ സിറ്റി മുമ്പേ 80 മില്യണാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ബാലൻ ഡി ഓർ ജേതാവാണ്, വേൾഡ് കപ്പ് ജേതാവാണ്, വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒരു വിന്നിങ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് താരമാണ് റോഡ്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു 80 മില്യൻ്റെ ഇത് തരക്കേടില്ലാത്ത മോശമല്ലാത്ത ഒരു തുക തന്നെയാണ്. അത് നടന്നില്ലെങ്കിൽ കൂടി ഒരു നെഗോഷിയേഷൻ പരിപാടികളൊക്കെ അവസാനിക്കുമ്പോൾ എന്തായാലും ബാർസലോണ സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് ഫാബ് അടക്കമുള്ള ജേർണലിസ്റ്റുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 2-3 ദിവസങ്ങൾ, അടുത്ത ഒരാഴ്ചത്തോളം പ്രത്യേകിച്ച് ബാർസലോണയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. കാരണം അൽവാരസിൻ്റെ ആ ഒരു ഡീലുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽവാരസിൻ്റെ ആ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരാഴ്ചത്തോളം ആ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ട്രാൻസ്ഫർ നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ബാർസലോണയെ സംബന്ധിച്ച് വരുന്ന 3 ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ്. ഒന്ന് അൽവാരസിൻ്റെ കേസാണെങ്കിൽ മറ്റൊന്ന് ഫെറാൻ ടോറസ്. 2 താരങ്ങൾ ബാർസലോണയിൽ കടന്നു വരികയാണെങ്കിൽ ഒരു ഫെറാൻ ടോറസ് PSG പോകുന്ന ഒരു ന്യൂസാണ്. അങ്ങനെ 3 ന്യൂസുകളാണ് മൊത്തത്തിൽ ബാർസലോണയെ സംബന്ധിച്ച് പുറത്തു വരാനുള്ള 3 ട്രാൻസ്ഫർ ന്യൂസുകൾ എന്ന് പറയുന്നത്. ഏതായാലും ബാർസലോണയെ സംബന്ധിച്ച് റോഡ്രി ലഭിക്കുകയാണെങ്കിൽ അത് ഒരു ഫാന്റാസ്റ്റിക് ട്രാൻസ്ഫർ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ അൽവാരസിന് ഒരു 100+ മില്യണാണ് അദ്ദേഹത്തിന് മുമ്പിൽ ബാർസലോണ വെച്ചിട്ടുള്ളത്. അത് നടക്കുകയാണെങ്കിൽ ബാർസലോണയെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് സൈനിങ് ആയിട്ട് മാറുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും ബാർസലോണയുടെ 3 ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ഫറുകളാണ് അടുത്ത ആഴ്ചത്തോടു കൂടി നടക്കുമോ ഇല്ലയോ എന്നൊരു ന്യൂസുകൾ പുറത്തു വരാൻ പോകുന്നത്.